Welcome to Blessing Today Morning Glory. ബ്ലെസ്സിംഗ് ടുഡേ മോർണിംഗ് ഗ്ലോറിയിലേക്ക് സ്വാഗതം. Today God has given us one more fantastic, beautiful, amazing day. ഇന്ന് ദൈവം ഒരിക്കൽ കൂടെ വളരെ മനോഹരമായിട്ടുള്ള അതിശയകരമായിട്ടുള്ള And something new is going to happen in your life. ഒരു പുതിയ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. Because His works are fresh every morning and He is a progressive God. കാരണം അവൻ്റെ പ്രവൃത്തികൾ ഓരോ ദിവസവും പുതിയതാകുന്നു. അവൻ മുന്നോട്ട് കുതിക്കുന്ന അല്ലെങ്കിൽ പുരോഗമിപ്പിക്കുന്ന ഒരു ദൈവമാണ്. So today we are going to think another function of the Holy Spirit in our lives. ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ അടുത്ത ചില ധർമ്മങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. Aren't you excited to learn so many things that the Lord is doing in our human life? നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ കർത്താവ് ചെയ്യാൻ പോകുന്ന ആ വലിയ കാര്യങ്ങളൊക്കെ പഠിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? Hallelujah. ഹല്ലേലൂയ. First of all, let's pray for the sponsors of today's episode. ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്പോൺസേഴ്സിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം പ്രാർത്ഥിക്കാം. ആദ്യത്തെ നമ്മുടെ സ്പോൺസർ മുംബൈയിൽ നിന്ന് ജെസ്സി ആൻഡ്രൂസ് ആണ്. ജനുവരി 10 അവരുടെ വിവാഹ വാർഷികമായിരുന്നു. Oh, thank you so much, Jesse Andrews, and happy anniversary, even though it is belated. ആമേൻ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. മകൻ്റെ വിവാഹം ദൈവഹിത പ്രകാരം നടക്കുവാൻ, കുടുംബത്തിൻ്റെ മേൽ എല്ലാവിധ ദൈവിക നന്മകൾ വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടുത്ത വ്യക്തി ഉത്തർപ്രദേശിൽ നിന്ന് ഒരു വെൽവിഷറാണ്. Thank you so much. കർത്താവെ, പൂർണ്ണമായ രോഗവിടുതൽ ലഭിക്കുവാൻ, ഭർത്താവിൻ്റെ മദ്യപാനം മാറുവാൻ, മകൾ ദൈവത്തെ കൂടുതൽ അറിഞ്ഞ് ഭാവി അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടുത്തത് പത്തനംതിട്ടയിൽ നിന്ന് ഒരു വെൽവിഷർ തന്നെയാണ്. Thank you so much. കർത്താവെ, നീ നടത്തിയ വിധങ്ങൾക്കായി നന്ദി. കടഭാരം മാറുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യുവജനങ്ങൾ ദൈവഹിത പ്രകാരം ജീവിക്കുവാൻ, അവരെടുക്കുന്ന തീരുമാനങ്ങൾ ദൈവത്തിൽ നിന്നുള്ളതാകുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. അടുത്തത് നീതു രഞ്ജിത്ത് ആൻഡ് നിത്യ രഞ്ജിത്ത് ഫ്രം ന്യൂ ജേഴ്സി. Thank you so much, Neetu and Nitya. കർത്താവെ, ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ആത്മീയമായി വളരുവാൻ സഹായിച്ച ബ്ലെസ്സിംഗ് ടുഡേ സഭയോടുമുള്ള കർത്താവെ നന്ദി സൂചകമായിട്ട് ഇത് സമർപ്പിച്ചിരിക്കുമ്പോൾ ദൈവമേ, ഇവരെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് അനുഗ്രഹിക്കുന്നു. പിതാവ് റെജിക്ക് വേണ്ടി, മാതാവ് ജോമിനിക്ക് വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇവരുടെ ആരോഗ്യത്തിനായി, കുടുംബത്തിൻ്റെ ദൈവിക സംരക്ഷണത്തിനായി കൂടെ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു കർത്താവ്. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. Amen. ആമേൻ. Thank you so much, today's sponsors. May God reward you and bless you. ഇന്നത്തെ സ്പോൺസേഴ്സിനോടുള്ള പ്രത്യേകമായി നന്ദി അറിയിക്കുന്ന ദൈവം ധാരാളം പ്രതിഫലം നൽകി നിങ്ങളെ അനുഗ്രഹിക്കുവാൻ. And you can also join in this ministry by becoming a partner or a sponsor. The details will be shown on the screen. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഈ മിനിസ്ട്രിയുടെ പങ്കാളികളാകാൻ സാധിക്കും. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ടല്ലോ. Let us sing to the Lord and worship Him. നമുക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ ആരാധിക്കാം. പാദത്തിൽ ഞാൻ എന്താകുന്നുവോ അതായി തന്നെ ഞാൻ എൻ്റെ അപ്പനെ. പൊന്നു പാദത്തിൽ ഞാൻ എന്താകുന്നുവോ അതായി തന്നെ ഞാൻ. എന്നെ മുറ്റും മുറ്റും നൽകുന്നു, എന്നെ മുറ്റും മുറ്റും നൽകുന്നു. എന്നേശുവേ, നിൻ പൊന്നു പാദത്തിൽ ഞാൻ എന്താകുന്നുവോ അതായി തന്നെ ഞാൻ. എൻ്റെ
മുറ്റും നൽകുന്നു. എന്നെ മുറ്റും മുറ്റും നൽകുന്നു. എന്നെ മുറ്റും മുറ്റും നൽകുന്നു. Amen. Hallelujah. The Holy Spirit comes to make us His temple. പരിശുദ്ധാത്മാവ് അവൻ്റെ ആലയമാക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. When the Holy Spirit comes and resides in us, we become His temple. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്ന് ആവസിച്ചു കഴിയുമ്പോൾ നാം അവൻ്റെ ആലയമായി മാറുന്നു. If we go backwards into the Old Testament, the first temple that was built was in the wilderness by Moses, and it was called the tabernacle. പഴയ നിയമത്തിൽ ആദ്യത്തെ ദൈവാലയം അല്ലെങ്കിൽ ആലയം എന്ന് വിളിക്കപ്പെടുന്ന ഒന്ന് നിർമ്മിക്കപ്പെട്ടത് ജനം മരുഭൂമിയിലായിരുന്ന സമയത്ത് മോശയുടെ നേതൃത്വത്തിൽ പണി കഴിപ്പിക്കപ്പെട്ട ഒന്നായിരുന്നു. And God Himself gave the blueprint of every detail of this tabernacle. ദൈവം തമ്പുരാൻ തന്നെയായിരുന്നു അതിൻ്റെ യഥാർത്ഥ രൂപരേഖയും അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും നൽകിയത്. And the original tabernacle had three parts. യഥാർത്ഥത്തിലുള്ള ആ ഒരു സമാഗമന കൂടാരത്തിന് 3 ഭാഗങ്ങളുണ്ട്. There was an outer court and there was a holy place. There was a most holy place. അവിടെ പ്രാകാരം എന്ന് വിളിക്കുന്ന അതിൻ്റെ പുറമേയുള്ള ഭാഗം, വിശുദ്ധ സ്ഥലം എന്ന് വിളിക്കുന്ന അതിൻ്റെ മധ്യഭാഗം, അതുപോലെ തന്നെ അതിവിശുദ്ധ സ്ഥലം എന്ന് വിളിക്കുന്ന 3ാമത്തെ ഭാഗവും. And God's Shekinah glory, His awesome presence was in the most holy place. ദൈവത്തിൻ്റെ ഷെക്കേന മഹത്വം എന്ന് പറയുന്ന ഒന്ന് ആ അതിപരിശുദ്ധ സ്ഥലത്ത് ഉണ്ടായിരുന്നു. And after that, when they came to the land of Canaan, Solomon built another temple, a magnificent temple. അതിനുശേഷം ജനം കനാനിൽ എത്തിച്ചേർന്നതിന് വർഷങ്ങൾക്ക് ശേഷം ശലോമോൻ അതിമഹത്തായ ഒരു ദൈവാലയം ദൈവത്തിനായി പണി കഴിപ്പിച്ചു. And Solomon's temple also had the 3 parts. ഈ സോളമന്റെ അല്ലെങ്കിൽ ശലോമോന്റെ ദൈവാലയത്തിനും ഉണ്ടായിരുന്നു 3 ഭാഗങ്ങൾ. And God was residing in the most holy place. ദൈവം തമ്പുരാൻ അതിന്റെ അതിപരിശുദ്ധ സ്ഥലത്ത് അവൻ വാസം ചെയ്തു. He was behind the curtain in that innermost chamber, and he was living. His Shekinah glory was manifesting between the cherubim. ആ ദൈവത്തിൻ്റെ ആ മഹത്വം എന്ന് പറയുന്നത് തിരശീലകൾക്കകത്ത് ദൈവത്തിൻ്റെ പെട്ടകത്തിൻ്റെ അകത്ത് 2 കെരൂബുകളുടെ നടുവിലായിരുന്നു അവൻ്റെ മഹത്വം വെളിപ്പെട്ടുകൊണ്ടിരുന്നത്. And when it was attacked and demolished, Zerubbabel rebuilt it. എന്നാൽ പിന്നീട് ആ ദൈവാലയം ആക്രമിക്കപ്പെട്ട് നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം സെരുബാബേലിന്റെ നേതൃത്വത്തിൽ അതിൻ്റെ പുനർനവീകരണം ചെയ്തു. And later Herod also built it up. അതിനുശേഷം പിന്നീട് ഹെരോദ് എന്ന് പറയുന്ന രാജാവ് അതിനെ വീണ്ടും പുനർനിർമ്മാണം ചെയ്തു. Different times there was rebuilding. ഒരേ ആലയം വ്യത്യസ്തമായ കാലങ്ങളിൽ പല പ്രാവശ്യമായിട്ട് അത് പുനർസൃഷ്ടിക്കപ്പെട്ടു. So in the Old Testament mainly God was unapproachable. പഴയ നിയമത്തിൽ പ്രധാനമായിട്ടും ദൈവം തമ്പുരാൻ അടുത്തുകൂടാത്ത വിധത്തിൽ വസിക്കുന്നവനായിരുന്നു. People used to come to the outer court. ജനങ്ങൾ സാധാരണയായിട്ട് പ്രാകാരങ്ങളിൽ ആണ് വരുന്നത്. And the priests and all the ministers were in the holy place. അതുപോലെ പുരോഹിതന്മാർ ശുശ്രൂഷക്കാരായിട്ടുള്ളവരെല്ലാം വിശുദ്ധ സ്ഥലത്താണ് നിൽക്കുന്നത്. But once a year the high priest only could enter on the day of atonement with the sacrificial blood after confessing all his sins for a short while into the most holy place and pour that sacrificial blood on the throne of grace and come out. മഹാപുരോഹിതനായിട്ടുള്ള വ്യക്തിക്ക് ആണ്ടിലൊരിക്കൽ മാത്രം ലഭിക്കുന്ന ഒന്നാണ് ഈ അതിപരിശുദ്ധ സ്ഥലത്ത് പ്രവേശനം എന്നുള്ളത്. അന്നത്തെ ദിവസം മഹാപാപ പരിഹാര ദിവസം തൻ്റെ പാപങ്ങൾക്ക് വേണ്ടി യാഗം അർപ്പിച്ചതിന് ശേഷം ജനങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി ഈ അതിവിശുദ്ധ സ്ഥലത്തേക്ക് അദ്ദേഹം ചില നിമിഷങ്ങൾക്ക് മാത്രം അല്ലെങ്കിൽ അല്പമായിട്ടുള്ള സമയം മാത്രം പ്രവേശിച്ച് തൻ്റെ ശുശ്രൂഷയ്ക്ക് ശേഷം താൻ വേഗത്തിൽ പുറത്തേക്ക് വരുന്നു. So what I'm trying to say is that in the Old Testament God lived in the most holy place and people could never go there. ഞാൻ പറഞ്ഞു വരുന്നത് പഴയ നിയമത്തിൽ ദൈവം തമ്പുരാൻ വാസം ചെയ്തിരുന്നത് അതിപരിശുദ്ധ വിശുദ്ധ സ്ഥലത്തായിരുന്നു. ജനങ്ങൾക്ക് അല്ലെങ്കിൽ മനുഷ്യർക്ക് അവൻ അടുത്തുകൂടാതെ അവനെ അടുത്ത് ചെല്ലുവാൻ പോലും സാധ്യമല്ല. Even when God came upon Mount Sinai,
there was a strict instruction that no people could go near the mountain. If they ever went there or touched there, they would die. അതുകൊണ്ട് തന്നെയാണ് സീനായി മലയിൽ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങിയപ്പോൾ ദൈവം തമ്പുരാൻ പറഞ്ഞത് ആരും, അതൊരു മനുഷ്യനാകട്ടെ മൃഗമാകട്ടെ, ആരും ആ മലയോട് ആ പർവ്വതത്തോട് അടുത്ത് ചെല്ലരുത്, അതിനെ തൊട്ടാൽ ആ നിമിഷം മരണപ്പെടുമെന്ന്. Even people, when they looked at the glory, the unapproachable light of God, they died. ദൈവത്തിൻ്റെ ആ അടുത്തുകൂടാത്ത ആ വെളിച്ചം, ആ മഹത്വം കാണുന്ന മാത്രയിൽ ജനങ്ങൾ പലരും മരിച്ചു വീണു. Okay. That being the background, let's come to the New Testament. അതായിരുന്നു പഴയകാല പശ്ചാത്തലം എന്നുള്ളത്. ഇനി നമുക്ക് പുതിയ നിയമത്തിലേക്ക് വരാം. John chapter 1 verse number 18. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വചനം. No one has ever seen God. ആരും ദൈവത്തെ കണ്ടിട്ടില്ലല്ലോ. But the one and only Son, who is himself God and is in closest relationship with the Father, has made him known. പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. Hallelujah. Hallelujah. So there is a transition here. ഇവിടെ ഒരു മാറ്റം നമുക്ക് കാണാൻ In the സാധിക്കുന്നുണ്ട്. Old Testament, nobody could even see God, nobody could approach him, nobody could go to the most holy place where God was dwelling. പഴയ നിയമത്തിൽ ആർക്കും ദൈവത്തെ കാണുവാൻ സാധ്യമല്ല, ആർക്കും ദൈവത്തിൻ്റെ അടുത്ത് പോകാൻ സാധ്യമല്ല, ആർക്കും തന്നെ ദൈവ സാന്നിധ്യത്തോട് ചേർന്ന് പോകാൻ പറ്റാത്ത വിധത്തിൽ അവൻ അതിപരിശുദ്ധ സ്ഥലത്തായിട്ടാണ് നിലനിന്നിരുന്നത്. Now Jesus is coming in human flesh. God became flesh, and he is now coming to these people who were avoided, who were set away from God's presence. Amen. എന്നാൽ ഇവിടെ ദൈവം തമ്പുരാൻ തന്നെ നേരിട്ട് ഇറങ്ങി വന്നിരിക്കുകയാണ്. മനുഷ്യ രൂപത്തിൽ, മനുഷ്യ ജഡത്തിൽ അവതാരമെടുത്തുകൊണ്ട് ദൈവം തമ്പുരാൻ യേശു ക്രിസ്തുവായി അവൻ ഇറങ്ങി വന്നിരിക്കുകയാണ്. ആർക്കും അടുത്ത് വരാൻ പറ്റില്ല എന്ന് പറയുന്നിടത്ത് സകല മനുഷ്യർക്കും വേണ്ടി മനുഷ്യരുടെ ഇടയിൽ വന്നവൻ പാർത്തിരിക്കുകയാണ്. So there was a Jerusalem temple there. അവിടെ യെരുശലേം ടെമ്പിൾ അവിടെ ഉണ്ടായിരുന്നു. I think it took 46 years for them to build up that temple. 46 സംവത്സരങ്ങൾ അത് പണികഴിപ്പിക്കുവാൻ വേണ്ടി എടുത്തു. At the same time, when Jesus came, his body itself was the temple. എന്നാൽ യേശു കർത്താവ് ആ സമയത്ത് ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ അവന്റെ ശരീരം തന്നെ ഒരാലയമാണ്. Hallelujah. Hallelujah. How do you know that? എങ്ങനെയാണ് നിങ്ങൾക്ക് അത് Because മനസ്സിലാവുന്നത്? Jesus is God in flesh. കാരണം ദൈവം ദേഹരൂപത്തിൽ വന്നതാണ് യേശു. Once Jesus said, you can destroy this temple and in 3 days I will raise it up. Amen. യേശു കർത്താവ് ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ ഈ ആലയത്തെ നശിപ്പിച്ചാൽ അല്ലെങ്കിൽ ഈ ശരീരത്തെ നശിപ്പിച്ചാൽ 3 ദിവസം കൊണ്ട് ഞാൻ അതിനെ പണിതെടുക്കും. Hallelujah. Hallelujah. So what is happening here? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? There is a magnificent architecture and there is a magnificent building there known as the temple of God. But Jesus says, I am the temple. My body is the temple. And if you destroy this temple, I will raise it up in 3 days. So there is a shift here. പഴയ നിയമത്തിൽ നമുക്കറിയാം അതിമനോഹരമായ വലിയ ഒരു ദൈവാലയം അവിടെ നിൽക്കുകയാണ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ യേശുക്രിസ്തു വചനം ജഡമായി തീർന്ന് മാംസമായി ഒരു പുതിയ ആലയമായി നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. Hallelujah. Hallelujah. So there is a physical temple, but here is a temple of God. God is living in that human body. Jesus is human body. ഇവിടെ പഴയ നിയമത്തിൽ അവിടെ ഒരു ദൈവാലയമുണ്ട്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ജീവനുള്ള ഒരു ദൈവാലയം അല്ലെങ്കിൽ ദൈവം ദേഹരൂപത്തിൽ വസിക്കുന്ന ജീവനുള്ള ഒരു ദൈവാലയമാണ് യേശുക്രിസ്തുവിൽ കാണാൻ സാധിക്കുന്നത്. Now coming to 1 John chapter 1 verse number 1. ഇനി ഇപ്പോൾ 1 യോഹന്നാനിലേക്ക് വരിക. 1 John chapter 1 verse 1. അതിന്റെ 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വചനം. That which was from the beginning, which we have heard, which we have seen with our eyes, which we have looked at, and our hands have touched. This we proclaim concerning the word of life.
ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച്. What is John saying here? ഇവിടെ യോഹന്നാൻ എന്താണ് പറയുന്നത്? See, in the Old Testament, nobody could even go near the presence of God. പഴയ നിയമത്തിൽ ആർക്കും തന്നെ ദൈവത്തിന്റെ സാന്നിധ്യത്തിന് അടുത്തേക്ക് പോലും പോകാൻ സാധ്യമല്ല. But God came to us in human body and we saw him and we touched him. എന്നാൽ ദൈവം ഇത് ദേഹരൂപത്തിൽ മനുഷ്യ സാദൃശ്യത്തിൽ നമ്മുടെ അടുക്കിലേക്ക് വന്നു. നമ്മൾ അവനെ കണ്ടു. അതുമാത്രമല്ല ഞങ്ങൾ അവനെ തൊട്ടുമിരിക്കുന്നു. Hallelujah. Hallelujah. But that was just an example. അത് ഒരു ഉദാഹരണം മാത്രമാണ്. Jesus showed us how you and I, we can also become temples of God. യേശു കർത്താവ് എനിക്കും നിങ്ങൾക്കും എങ്ങനെ ഒരു ദൈവത്തിന്റെ ആലയമായി തീരാം എന്നുള്ളതാണ് ഇതിലൂടെ പഠിപ്പിക്കുന്നത്. Hallelujah. ഹല്ലേലൂയ. Let's now read 1 Corinthians chapter 3. ഇനി ഇപ്പോൾ നമുക്ക് വരാം 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് വരിക. അതിന്റെ 3-ാമത്തെ അധ്യായം Verses 16 and 17. അതിന്റെ 16 17 വചനങ്ങൾ. Don't you know that you yourselves are the temple of a temple, and that God's Spirit dwells in your midst? If anyone destroys God's temple, God will destroy that person, for God's temple is sacred, and you together are that temple. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? Yes. ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. So how did we become his temple? എങ്ങനെയാണ് നാം അവന്റെ ആലയമായി തീർന്നത്? See, first it was man-made mansions, man-made buildings. ആദ്യം അത് മനുഷ്യനിർമ്മിതമായ ഒരു ആലയം, ഒരു കെട്ടിടം. When Jesus came, he was the temple. എന്നാൽ യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നപ്പോൾ അവൻ തന്നെ ആലയമായിരുന്നു. Because God was living inside of him in a bodily form. Amen. ദൈവം അവനിൽ ദേഹരൂപത്തിൽ വാസം ചെയ്തു. So there is a change in the temple structure. There is a change in the temple style. ഇപ്പോൾ ആ ആലയത്തിന്റെ രീതികൾക്ക്, ആലയത്തിന്റെ പണിക്ക്, ആലയത്തിന്റെ രൂപത്തിന് ഒരു വ്യത്യാസം, ഒരു മാറ്റമുണ്ടായിരിക്കുകയാണ്. But Jesus modeled how to live as a temple of God. എന്നാൽ യേശു കർത്താവ് എങ്ങനെയാണ് ഒരു ദൈവാലയമായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നത് എന്നതിന് ഉദാഹരണമായി തീർന്നു. Then now coming to 1 Corinthians chapter 6. ഇനിയിപ്പോൾ 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിലേക്ക് വരിക. 19 and 20. അതിന്റെ 19 20 വചനങ്ങൾ. Paul is asking a question. Do you not know that your bodies are temples of the Holy Spirit who is in you, whom you have received from God? You are not your own. You were bought at a price. Therefore honor God with your bodies. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. Hallelujah. Hallelujah. So here Paul clearly says that today we are the temple. ഇവിടെ പൗലോസ് വളരെ കൃത്യമായി പറയുകയാണ്, ഇന്ന് നിങ്ങളാണ് ആലയങ്ങൾ, അല്ലെങ്കിൽ നമ്മളാണ് ആലയങ്ങൾ. Our bodies are the temples of God. നമ്മുടെ ശരീരങ്ങൾ ദൈവത്തിന്റെ ആലയങ്ങളാണ്. I will show you another marvelous scripture passage. വളരെ മനോഹരമായ അടുത്ത വേദഭാഗം ഞാൻ കാണിച്ചു തരാം. Acts 17. അപ്പസ്തോലപ്രവൃത്തി 17-ാം അധ്യായം 24 and 25. 24 25 വചനങ്ങൾ. The God who made the world and everything in it is the Lord of heaven and earth, and does not live in temples built by human hands, and he is not served by human hands as if he needed anything. Rather, he himself gives everyone life and breath and everything else. അപ്പസ്തോലപ്രവൃത്തി 17-ാം അധ്യായം 24 25 വചനങ്ങൾ. ലോകവും അതിനുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പിണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവൻ ആകയാൽ വല്ലതിന് മുട്ടുള്ളവൻ എന്ന പോലെ മാനുഷിക കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. So what do you understand from here? ഇവിടെ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? Today God is not living in man-made
buildings, temples. ഇന്ന് ദൈവം മനുഷ്യനിർമ്മിതമായ ആലയങ്ങളിൽ വാസം ചെയ്യുന്നില്ല. Instead, I have told you this 1,000 times, He would like to live in God-made buildings. എന്നാൽ ഞാൻ നിങ്ങളോട് 1000 തവണ പറഞ്ഞിട്ടുണ്ടല്ലോ, ദൈവം തമ്പുരാൻ അവന്റെ കൈകളാൽ സൃഷ്ടിക്കപ്പെട്ട ഈ ശരീരത്തിൽ വാസം ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. Hallelujah. ഹല്ലേലൂയ. So today, don't misunderstand. When you see a huge mansion or a holy place or a building, that is the church, that is the temple, that is where God is dwelling. Never. God is no more dwelling in man-made buildings. He is dwelling in God-made buildings, which are our bodies. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ കാണുന്ന വലിയ കെട്ടിടങ്ങൾ, വലിയ ദൈവാലയങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന വലിയ വലിയ കെട്ടിടങ്ങൾ കാണുമ്പോൾ ഒരിക്കലും അവിടെ ദൈവമുണ്ട് എന്ന് കരുതരുത്. കാരണം ദൈവം തമ്പുരാൻ പറഞ്ഞിരിക്കുന്നു, പുതിയ നിയമത്തിൽ മനുഷ്യനിർമ്മിതമായ കൈപ്പിണിയായിട്ടുള്ള ആലയങ്ങളിൽ അവൻ വാസം ചെയ്യുന്നില്ല, മറിച്ച് അവൻ്റെ കൈകൊണ്ട് സൃഷ്ടിച്ച മനുഷ്യരുടെ അകത്താണ്, അതിനെ ആലയമാക്കിക്കൊണ്ടാണ് അവൻ വാസം ചെയ്യുന്നത്. So dear brother, dear sister, if the Holy Spirit is dwelling in you, you are a living, moving temple of the living God. ഹല്ലേലൂയ. എൻ്റെ പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വാസം ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ചലിക്കുന്ന ജീവനുള്ള ആലയങ്ങളാണ്. Hallelujah. ഹല്ലേലൂയ. So John the Apostle is saying, we saw God dwelling in human flesh. We saw Him, we touched Him. And if the same God is dwelling inside of you, you are a temple today, and people can see God in you and they can touch you because you are a carrier of God. ആമേൻ. അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്, ഇതാ ദൈവത്തിൻ്റെ ആലയമായ ക്രിസ്തുവിനെ ഞങ്ങൾ കണ്ടിരിക്കുന്നു, ഞങ്ങൾ തൊട്ടിരിക്കുന്നു, ഞങ്ങൾ അവനിൽ നിന്ന് കേട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ ആലയങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും. നിങ്ങൾ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ആലയങ്ങളാണെങ്കിൽ ഇതുപോലെ നിങ്ങളെ കാണുന്ന ജനങ്ങൾ നിങ്ങളുടെ അകത്തുള്ള ദൈവത്തെ, പരിശുദ്ധാത്മാവിനെ അവർ തിരിച്ചറിയാൻ പോകുകയാണ്, അവർ അനുഭവിക്കാൻ വേണ്ടി പോകുകയാണ്. When you read John chapter 4 verses 20 to 24, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 24 മുതൽ 26 വരെ വായിച്ചാൽ Jesus is revealing to the Samaritan woman a great truth, or rather a great change that was coming in the worship style. അവിടെ യേശു കർത്താവ് ശമര്യക്കാരി സ്ത്രീക്ക് ഒരു വലിയ വെളിപ്പെടുത്തൽ, ഒരു വലിയ മർമ്മം, രഹസ്യം താൻ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിൽ വരുത്തേണ്ട ഒരു വലിയ ആരാധനയിൽ വരുത്തേണ്ട ഒരു വലിയ മാറ്റം യേശു കർത്താവോട് വെളിപ്പെടുത്തുകയാണ്. Hallelujah. ഹല്ലേലൂയ. Because God is spirit. കാരണം ദൈവം ആത്മാവാകുന്നു. His worshippers must worship in spirit and truth. അവനെ ആരാധിക്കുന്നവർ സത്യത്തിലും ആത്മാവിലും അവനെ And it ആരാധിക്കേണ്ടതാണ്. is for that purpose the Holy Spirit comes in the New Testament period inside of us. ആ ഒരു ഉദ്ദേശ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവ് പുതിയ നിയമത്തിൽ നമ്മുടെ ശരീരത്തിനകത്ത് വാസം ചെയ്യുന്നത്. And we are all individually temples of God. ഓർക്കുക, നാം ഓരോരുത്തരും വ്യക്തിപരമായി ദൈവത്തിന്റെ ആലയങ്ങളാണ്. And as we come together as a church, the church also becomes the temple of the living God. അത് മാത്രമല്ല, നമ്മൾ ഒരുമിച്ച് ഒരു ആലയമായി കൂടി വരുമ്പോൾ സഭ തന്നെ അതൊരു ദൈവിക ആലയമായിട്ട് മാറുകയാണ്. Hallelujah. ഹല്ലേലൂയ. So one of the purposes of the Holy Spirit's coming into our lives is to make us a temple of God. ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പ്രധാനമായിട്ടുള്ള ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത്, ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മെ ഓരോരുത്തരും ദൈവത്തിൻ്റെ ആലയങ്ങളാക്കി മാറ്റി തീർക്കുക എന്നുള്ളതാണ്. I am calling you a temple of God. ഞാൻ നിങ്ങളെ ദൈവാലയം എന്ന് വിളിക്കുകയാണ്. Everybody say, I am a temple of God. എല്ലാവരും ഉറക്കെന്ന് പറഞ്ഞ് ഞാനൊരു ദൈവാലയമാണ്. You can type that in the live chat. നിങ്ങൾക്ക് ഇപ്പോൾ ലൈവ് ചാറ്റിൽ ടൈപ്പ് ചെയ്യാം, I'm a temple of God. ഞാൻ ദൈവാലയമാണ്. You can tweet it, you can broadcast it, you can send it to all your friends, all your foes, all your relatives, and say,
you are the temple of the living God. Amen. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അനേകർക്ക് അയച്ചു കൊടുക്കാൻ, ട്വീറ്റ് ചെയ്യാം, ബ്രോഡ്കാസ്റ്റ് ചെയ്യാം, മറ്റുള്ളവർക്ക് SMS ആയിട്ട് അയക്കാം. ഇങ്ങനെ പറയുക, ഞാൻ ദൈവത്തിന്റെ ആലയമാണ്, അല്ലെങ്കിൽ ഞാൻ ദൈവത്തിന്റെ ആലയമായി കഴിഞ്ഞു. ഇത് എന്താണോ അത് നിങ്ങൾക്ക് ഇപ്പൊ ട്വീറ്റ് ചെയ്യാൻ സാധിക്കും. Hallelujah. Hallelujah. I am the address of God. ഞാൻ ദൈവത്തിന്റെ മേൽവിലാസമാണ്. If you see me, you have seen God. Amen. നിങ്ങൾ എന്നെ കാണുമ്പോൾ നിങ്ങൾ ദൈവത്തെയാണ് I കാണുന്നത്. am carrying God. ഞാൻ ദൈവത്തെ I am വഹിക്കുകയാണ്. a living temple of God. ഞാൻ ജീവനുള്ള ദൈവത്തിന്റെ ആലയമാണ്. Hallelujah. Hallelujah. And we are going to listen to one testimony now. ഈ സമയത്ത് നമ്മളൊരു അനുഗ്രഹിക്കപ്പെട്ട ടെസ്റ്റിമണി നമ്മൾ കേൾക്കാൻ And പോവുകയാണ്. after that, I'm going to pray for you. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. Don't quit the video now. ഈ സമയത്ത് ഈ വീഡിയോ നിങ്ങൾ ക്വിറ്റ് ചെയ്ത് പോകരുത്. Stay back until this video is fully finished. ഈ വീഡിയോ പൂർണ്ണമായി തീരുന്നത് വരെയും കാത്തിരിക്കുക. Yeah. Yes, this testimony is from Sajeev Ron Idikula. പ്രൈസ് ദി ലോർഡ് പാസ്റ്റർ. ഇത് കുവൈറ്റിൽ നിന്ന് റോണാണ്. മുൻപുള്ള മെസ്സേജിൽ നിന്നൊക്കെ ഞാൻ അയച്ചത് വെച്ച് പാസ്റ്റർക്ക് അറിയാവുന്ന കാര്യമാണ്. കഴിഞ്ഞ ഒരു 1.5 വർഷം കൊണ്ട് ജീവിതത്തിലുണ്ടായ പല പ്രശ്നങ്ങൾ കൊണ്ട് ഞാനൊരു 20 ലക്ഷം രൂപയോളം കടത്തിലായിരുന്നു. അതിൽ 40,000 രൂപയോളം ഞാൻ പലിശ പോലും മാസവും കൊടുത്തുകൊണ്ടിരുന്നു. ദിവസങ്ങളിൽ 1.5 വർഷത്തിനുള്ളിൽ പല ബാങ്കുകൾ, പ്രൈവറ്റ് ഫേമുകളിൽ ഞാനൊരു പേഴ്സണൽ ലോണിന് അപ്ലൈ ചെയ്തിരുന്നു. എല്ലായിടത്തു നിന്നും അത് എൻ്റെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയി. ഈ പലിശ കൊടുക്കുന്ന സാഹചര്യത്തിൽ വെച്ച് ഞാൻ ആകെ ഒരു വല്ലാത്ത മാനസിക ബുദ്ധിമുട്ടിലായിരുന്നു. ഈ ദിവസങ്ങളിലാണ് ഞാൻ പാസ്റ്ററിൻ്റെ മോർണിംഗ് ഗ്ലോറി എന്ന എപ്പിസോഡ് കാണാൻ തുടങ്ങിയിട്ട്. ഞാൻ അധികം നാളായില്ല. 201-ാമത്തെ എപ്പിസോഡിൽ ആസ്ക് എന്നതിനെ കുറിച്ചൊരു എക്സ്പ്ലനേഷൻ ആയിരുന്നു. അതിൽ പറഞ്ഞ എല്ലാ വചനങ്ങളും ഞാൻ ഏറ്റെടുത്ത് ഒരു മാസം മുന്നേ ഞാൻ അപ്ലൈ ചെയ്ത ഒരു പ്രൈവറ്റ് ഫേമിൽ വീണ്ടും എൻ്റെ ആപ്ലിക്കേഷൻ അയക്കുകയും അവർ എന്നോട് എൻ്റെ ആപ്ലിക്കേഷൻ കൊണ്ടുവരുവാനും കൂടെ ഒരു ഗ്യാരണ്ടറെ അറേഞ്ച് ചെയ്ത് കൊണ്ടുവരുവാനും എന്നോട് ആവശ്യപ്പെട്ടു. നവംബർ 26-ാം തീയതി പാസ്റ്റർക്ക് ഞാനൊരു പ്രെയർ റിക്വസ്റ്റ് അയച്ചിരുന്നു. ഞാനൊരു ലോണിന് പോവുകയാണ്, പാസ്റ്റർ പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞു. തീർച്ചയായും പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞ് പാസ്റ്ററിൻ്റെ മെസ്സേജും ഉണ്ടായിരുന്നു. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിൽ പല തെറ്റുകളും ഉണ്ടായിരുന്നു. എങ്കിലും എനിക്കത് റീസബ്മിറ്റ് ചെയ്യേണ്ടി വന്നു. എങ്കിലും ആ സമയം ഞാൻ ഭയങ്കര നിരാശയിലായിരുന്നു. പക്ഷേ 201, 202, 23 ആ എപ്പിസോഡുകളിലെല്ലാം ശക്തമായി പാസ്റ്റർ പറഞ്ഞുകൊണ്ടിരുന്ന പലരുടെയും ജീവിതത്തിൽ സാമ്പത്തിക വിടുതൽ വരുന്നു, അത്ഭുതകരമായ ദൈവം അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞുള്ള ശക്തമായ മെസ്സേജുകൾ അതിൽ വന്നുകൊണ്ട് ഞാൻ ഇതെല്ലാം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. ഞാൻ കടന്നുപോയി. അവിടെ അത്ഭുതം എന്ന് പറയട്ടെ പാസ്റ്റർ, ആ മുതൽ കൊടുക്കുവാനുള്ള, പലിശയ്ക്കുള്ള മുതൽ കൊടുക്കുവാനുള്ള ഫുൾ എമൗണ്ട് തീർത്ത് കൊടുക്കുവാനുള്ള എനിക്ക് ചെക്ക് എൻ്റെ കയ്യിൽ കിട്ടി. അതിൻ്റെ ഫോട്ടോ ഇതിൻ്റെ കൂടെ വെക്കുന്നു. പ്രാർത്ഥിച്ച പാസ്റ്റർക്കും ഗ്രൂപ്പിനും എൻ്റെ Wonderful, wonderful, Amen. wonderful, wonderful. Hallelujah. Hallelujah. Amen. So, Jesus can become your financer. ഓർക്കുക, യേശു കർത്താവിനെ നിങ്ങളുടെ സാമ്പത്തികമായിട്ട് മാറുവാൻ സാധിക്കും. Hallelujah. He can perform miracles in the financial area. നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ അവന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കും. Hallelujah. Hallelujah. When all the doors are closed, Jesus has a special key to open any door. എല്ലാ ഡോറുകളും അടയുന്ന സമയത്ത് കർത്താവിന്റെ കയ്യിൽ ഒരു പ്രത്യേക താക്കോലുണ്ട് ആ ഡോറുകൾ തുറക്കുവാനായിട്ട്. I am speaking to you directly. ഞാൻ നിങ്ങളോട് ഇപ്പോൾ നേരിട്ട് സംസാരിക്കുകയാണ്. The same Jesus who performed a miracle for this brother is going to do a greater miracle in your life. ഈ ബ്രദറിന് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്ത അതേ യേശുവിന് അതിനേക്കാൾ വലിയ അത്ഭുതങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ ചെയ്യുവാൻ അവൻ ശക്തനാണ്. I can see some of you going through fire. ആരൊക്കെയോ That means problems are so intense that you think that you are put in fire. എനിക്ക് ചില ആളുകൾ തീക്കകത്ത് കിടക്കുന്നത് പോലെ, വെന്ത് ജീവിക്കുന്നത് പോലെ, പ്രശ്നങ്ങളുടെ തീക്കകത്ത് കിടക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. Day in and day out, something is burning inside. ഓരോ ദിവസവും നിങ്ങൾ ഇങ്ങനെ എന്താ പറയാ, വെന്തെരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. But can I tell you something? എന്നാൽ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയട്ടെ. Into that fire, as a fourth person, just like we read in the story of Shadrach, Meshach and Abednego, Jesus is coming to take you out. You'll be intact. Even none of your hair will be consumed by the fire. Amen. Hallelujah. അതാ നോക്കുക, ആ
എത്ര വലിയ അഗ്നിയുടെ നടുവിലാണെങ്കിലും നാലാമനായിട്ട് ഒരുവൻ നിങ്ങൾക്ക് ആ തീക്കകത്ത് ഇന്ന് വെളിപ്പെടാൻ പോകുകയാണ്. ശദ്രക്, മേശക്, അബേദ്നെഗോ അവർ ആ തീച്ചൂളയ്ക്കകത്ത് കിടന്നപ്പോൾ നാലാമനായി ദൈവപുത്രൻ പ്രത്യക്ഷനായതുപോലെ ഇന്നത്തെ നിങ്ങളുടെ പ്രശ്നത്തിന്റെ നടുവിൽ ഇതാ യേശു കർത്താവ് എഴുന്നേൽക്കാൻ പോകുകയാണ്. I tell you, you're going to come out of that problem. നിങ്ങൾ ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തു കടക്കാൻ Oh, പോകുകയാണ്. you don't believe. I am going to say it again. You are going to come out of this problem. നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ല അല്ലേ? അതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, നിങ്ങൾ ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തു കടക്കാൻ പോകുകയാണ്. No, some of you are still disbelieving. So I'm going to say it once again. You are going to come out of this problem. നിങ്ങളിൽ ചില ആളുകൾക്ക് വീണ്ടും വിശ്വാസം വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, നിങ്ങൾ തന്നെയാ ഈ പ്രശ്നത്തിൽ നിന്ന്, ഈ തീക്കകത്ത് നിന്ന് നിങ്ങൾ പുറത്തു കടക്കാൻ പോകുകയാണ്. Father, I pray for all the sick people right now. ഇപ്പോൾ എല്ലാ രോഗികൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവേ. In the name of Jesus, let your healing hands be stretched forth and heal your people. കർത്താവേ, അങ്ങയുടെ രോഗസൗഖ്യത്തിന്റെ കരങ്ങൾ നീട്ടി ഈ ജനത്തെ സുഖപ്പെടുത്തണമേ. Spondylosis be healed. കർത്താവേ, സ്പോണ്ടിലോസിസ് ഇപ്പോൾ സൗഖ്യമാകട്ടെ. High cholesterol level come to normal level in Jesus name. ഉയർന്ന കർത്താവേ, കൊളസ്ട്രോൾ ലെവൽ ഇപ്പോൾ നോർമൽ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Somebody is getting healed from epilepsy. എപ്പിലെപ്സിയിൽ നിന്ന്, അപസ്മാര രോഗത്തിൽ നിന്ന് ആരോ ഇപ്പോൾ Even സൗഖ്യമാവുകയാണ്. from mental illness, some people are coming out. മാനസിക രോഗങ്ങളിൽ നിന്ന് പോലും ചില ആളുകൾ വിടുതൽ പ്രാപിക്കുകയാണ്. In Jesus name, receive your healing. യേശുവിൻ നാമത്തിൽ നിങ്ങളുടെ സൗഖ്യത്തെ ഇപ്പോൾ പ്രാപിക്കുക. Stretch forth your hands and receive whatever deliverance you need in your life. ഇപ്പോൾ നിങ്ങളുടെ കൈകൾ നീട്ടി എന്ത് രോഗസൗഖ്യമാണോ നിങ്ങൾക്ക് വേണ്ടത്, വിടുതലാണോ വേണ്ടത്, അതിപ്പോൾ സ്വീകരിക്കുക. Receive your breakthroughs right now. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ആ വിടുതലുകളെ നിങ്ങൾ പ്രാപിക്കുക. Hernia is getting healed in Jesus name. ഹെർണിയ ഇപ്പോൾ സൗഖ്യമാവുകയാണ്. Tumor, cysts, fibroids, etc. are shrinking and disappearing just like that in Jesus name. മുഴകൾ, തടിപ്പുകൾ, അതുപോലെ ഫൈബ്രോയിഡുകൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അത് ചിലത് അപ്രത്യക്ഷമാകുന്നു, ചിലത് ചുരുങ്ങി ഇല്ലാതെ പോകുകയാണ്. Thank you, Lord, for healing and delivering your people. കർത്താവേ, അങ്ങയുടെ ജനത്തെ അങ്ങ് സൗഖ്യമാക്കിയതിനായി, വിടുവിച്ചതിനായി നന്ദി. In Jesus name. യേശുവിൻ നാമത്തിൽ തന്നെ. Brothers and sisters, there is life, there are miracles, there are blessings, there is the power of the Holy Spirit released through this episode. ഈ എപ്പിസോഡിലൂടെ എൻ്റെ പൊന്നു സഹോദരന്മാരെ, സഹോദരിമാരെ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അനുഗ്രഹങ്ങൾ, ജീവൻ, നന്മകൾ, വിടുതലുകൾ, സൗഖ്യങ്ങൾ ഇതൊക്കെ കർത്താവ് നിങ്ങളുടെ മേൽ പകർന്നിരിക്കുകയാണ്. So I'm requesting all of you to spread the link everywhere. അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരും ഈ ലിങ്ക് എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്യുവാൻ വേണ്ടി, ഇത് അനേകർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. Every evening 7 o'clock Indian Standard Time we have a Bible study on the book of Romans in Malayalam. എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്ക് റോമാലേഖന പഠനം എന്ന പേരിലുള്ള ഒരു പ്രത്യേക ബൈബിൾ പഠനം എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്ക് മലയാളത്തിൽ ഞങ്ങൾ നൽകുന്നുണ്ട്. Tune into the same channel, Blessing Today YouTube channel or Facebook page. ഒന്നില്ലെങ്കിൽ ബ്ലെസ്സിംഗ് ടുഡേ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിലൂടെ നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കും. Hallelujah. Hallelujah. God bless you. We are going to sing together to the Lord. കർത്താവ് നിങ്ങളെ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവിന് പാട്ടുകൾ പാടാം. Worship team is ready. Let's sing. ഒരുമിച്ച് പാടാം. ഇരുൾ നമ്മെ മൂടിടുമ്പോ ലോകവെളിച്ചമായവനണയും രോഗികളായിടുമ്പോ സൗഖ്യദായകനവൻ കരുതും അവനാലയത്തിൽ സ്വർഗനന്മകളാൽ അവനാലയത്തിൽ സ്വർഗനന്മകളാൽ നമ്മെ നിറച്ചിടും അനുദിനവും നമ്മെ നിറച്ചിടും അനുദിനവും യേശു യേശു യേശുവാരിയും വലിയവൻ യേശു യേശു യേശുവാരിയും മതിയായവൻ
യേശു